എന്നോട് ആരെങ്കിലും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം എൻ്റെ ഫാമിലി എന്നാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എത്ര ദൂരാണെങ്കിലും എവിടെ ആണെങ്കിലും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ വീട്. കാരണം എനിക്കവിടെ കിട്ടുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര ഫ്രീഡാണ്. കാരണം നമുക്ക് എന്ത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ചിലരാണ് കേട്ടോ ഇവരൊക്കെ. വിതൗട്ട് എനി റീസൺ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഗ്യാദർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതേപോലത്തെ ഒരു ഡേ ആണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഫുഡ് ഉണ്ടാക്കിയ ഒരു ദിവസം. നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ടെങ്കിലും പക്ഷേ ഇതുവരെ എനിക്കത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിതൊന്ന് വീഡിയോസ് എടുത്ത് വെക്കാം. കാരണം ഇനിയിപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാലും ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് എനിക്ക് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കൂടുന്ന സമയത്ത് ലേഡീസ് എല്ലാം റെസ്റ്റാണ് കേട്ടോ. ഫുൾ ആണുങ്ങളായിരിക്കും പണിയെല്ലാം ചെയ്യുന്നത്. പിന്നെ ആ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉപ്പൻ്റെ അനിയനാണ് കേട്ടോ. ആൾ അടിപൊളിയായിട്ട് അറേബ്യൻ ക്രിസ്ത്യൻസൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. കാലിക്കറ്റുള്ള പാരഗൺ ഹോട്ടലിലെ ഷെഫാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എന്തോ ഒരു റൈസാണ് ഉണ്ടാക്കുന്നത്, എനിക്കതിൻ്റെ പേരറിയില്ല. പിന്നെ അൽഫാമും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ചിട്ടും പറയാനുണ്ട് കേട്ടോ. രാവിലെയാണ് കാണാൻ നല്ല ഭംഗി. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ഇത് അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പരിപാടികൾ തുടങ്ങാൻ കേട്ടോ. കാരണം ഈ ഒരു കലാപരിപാടി ഇടയ്ക്കിടയ്ക്കുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ സംഭവ സാമഗ്രികളും വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയാൽ മതി. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നല്ല ടൈം ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് എങ്ങാണ്ടാണ് പ്ലാനിങ് തുടങ്ങിയത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറിയത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ല.